തിരുവനന്തപുരം കാട്ടാക്കടയിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. പാലക്കാട് പട്ടാമ്പിയിൽ ബസ് ബൈക്കിലിടിച്ച അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ യുവതിയെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മലപ്പുറം വളയംകുളത്ത് വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന പ്രതി പിടിയിൽ. പിടിയിലായത് കപ കേസ് പ്രതി മുഹമ്മദ് റിഷാദ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര നിലപാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിന് ആവശ്യമായ സഹായം നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ലെന്നും വിമർശനം. തൃശൂർ നഗരസഭയിൽ കൗൺസിലർ VM ജോണിയുടെ കുത്തിരിപ്പ് സമരം. പ്രതിഷേധം നഗരസഭാ സ്റ്റേഡിയം പ്ലാന്റിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് പടനായർ കുളങ്ങര സ്വദേശി സന്തോഷ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഓച്ചിറ സ്വദേശി പങ്കജിന്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ഹെർബൽ ഗാർഡൻ നിർമ്മിച്ചു നൽകിയത് റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ. ടെലിവിഷൻ സെറ്റ്, നാപ്കിൻ വെൻഡിംഗ് മെഷീൻ വിതരണവും നടന്നു. പാലക്കാട് തൃത്താലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കുട്ടനാട് പ്രസ് ക്ലബ് ലോഗോ പ്രകാശനം ചെയ്തു. തൃത്താല സബ് ഇൻസ്പെക്ടർ PK ശശികുമാർ ലോഗോ പ്രകാശനം ചെയ്തു. തൃശൂരിൽ ജസ്റ്റിസ് KV ജയകുമാറിന് സ്വീകരണം നൽകി ഗവൺമെന്റ് ലോ കോളേജ്. പ്രിൻസിപ്പൽ ഡോക്ടർ സോണിയ K ദാസ് അധ്യക്ഷത വഹിച്ച യോഗം ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PM മനോജ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏകാദശിയും ശബരിമല തീർത്ഥാടനവും പ്രമാണിച്ച് തൃശൂരിൽ ഭക്തർക്ക് താൽക്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി ഒരുക്കിയത് ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ. പദ്ധതി നടപ്പാക്കിയത് ഹോമിയോപ്പതി വകുപ്പ് ദേവസ്വവുമായി സഹകരിച്ച്. തൃശൂരിൽ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം സംഗീത കലാനിധി പത്മശ്രീ A കന്യാകുമാരിക്ക്. പുരസ്കാരം 6 പതിറ്റാണ്ടായി വയലിൻ വാദന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക്. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. തിരുവനന്തപുരം ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ നടക്കും. 63 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 3000-ലധികം കലാപ്രതിഭകൾ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനം മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ദിനാഘോഷം നടത്തി. സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പണ്ഡിതൻ ഡോക്ടർ ചാത്തനാഥ് അച്യുതനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കലാകാരന്മാർക്ക് മാനവേദ സുവർണ മുദ്ര സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത കൂടിയാട്ടം കലാകാരി ഉഷാ നങ്ങ്യാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണനാട്ടവും നാട്യപരമ്പരയും എന്ന വിഷയത്തിൽ ആദ്യ പ്രബന്ധവും അവതരിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർക്കായി കുടിവെള്ള സംഭരണി സ്ഥാപിച്ചു. തീർത്ഥക്കുളത്തിനടുത്ത നടപ്പന്തലിൽ സമീപമാണ് കുടിവെള്ള സംഭരണി സ്ഥാപിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു.